ദില്ലി മദ്യനയ അഴിമതി കേസിൽ അറസ്റ്റ് ചെയ്ത കെ കവിതയ്ക്ക് ജാമ്യമില്ല എന്നുള്ള വാർത്തകൾ കൂടി പുറത്തു വരുന്നുണ്ട്. നേരത്തെ കെ കവിതയെ ഇ.ഡി. അറസ്റ്റ് ചെയ്ത സാഹചര്യത്തിൽ തന്നെ ഒരു സൂചനയായിരുന്നു ഇ.ഡി. നൽകിയിരുന്നത്. അത്തരത്തിൽ തന്നെ ഒരു നീക്കം കേന്ദ്ര സർക്കാരിൻ്റെ ചട്ടുകമായി ഇ.ഡി. പ്രവർത്തിക്കുന്നു. വളരെ കരുതിക്കൂട്ടിയുള്ള ഇടപെടലുകൾ ഇ.ഡി. നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ കെ കവിതയ്ക്ക് ജാമ്യം നിഷേധിച്ച വാർത്ത കൂടി പുറത്തു വരുമ്പോൾ അതിനെ കൂടി നമുക്ക് എങ്ങനെ കൂട്ടി വായിച്ചെടുക്കാൻ കഴിയുന്നുണ്ട് നിലവിൽ? ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷ ഖന്നയുടെ നേതൃത്വത്തിലുള്ള രണ്ടംഗ ബെഞ്ചാണ് കവിതയുടെ ജാമ്യ ഹർജി പരിഗണിച്ചത്. പക്ഷേ ഇപ്പോൾ കവിതയ്ക്ക് ജാമ്യം നൽകാൻ സുപ്രീം കോടതി തയ്യാറായിട്ടില്ല. പക്ഷേ കവിതയുടെ ജാമ്യ ഹർജി അതിന്റെ മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ കേൾക്കേണ്ടതാണ് എന്നൊരു കാര്യം, വാദം കേൾക്കേണ്ടതാണ് എന്ന് സുപ്രീം കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് നോട്ടീസ് അയച്ചിട്ടുണ്ട്. കവിത എൻഫോഴ്സ്മെന്റ് നടത്തിയ അറസ്റ്റിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് കവിത സുപ്രീം കോടതിയെ സമീപിച്ചത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ കവിതയുടെ ഹർജിയിൽ സുപ്രീം കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഈ ഒരു കവിതയുടെ ഹർജി കേട്ടതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷയായിട്ടുള്ള ബെഞ്ച്, മൂന്നംഗ ബെഞ്ച് ഇരിക്കുന്നത്. ഈ മൂന്നംഗ ബെഞ്ച് കെജ്രിവാളിന്റെ ഹർജി പരിഗണിക്കും. ബെഞ്ചിലെ മറ്റ് അംഗങ്ങൾ എന്ന് പറയുന്നത് ജസ്റ്റിസ് ബേല എം ത്രിവേദിയും ജസ്റ്റിസ് എം സുന്ദരേഷുമാണ്. ഈ മൂന്നംഗ ബെഞ്ചാണ് കെജ്രിവാളിന്റെ ഹർജി പരിഗണിക്കുക. അതോടൊപ്പം ഇന്ന് അറസ്റ്റിലായിട്ടുള്ള ദില്ലി മുഖ്യമന്ത്രി കെജ്രിവാളിനെ കോടതിയിൽ ഹാജരാക്കുന്നത് PMLA കോടതിയിലാണ് ഹാജരാക്കുക.